ജമാഅത്തെ ഇസ്ലാമിയുമായി കോൺഗ്രസിനുള്ള ബന്ധത്തിൽ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രിയങ്ക ഗാന്ധി വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തണമെന്ന് MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഐക്യപ്പെട്ട പശ്ചാത്തലത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിനോടുള്ള സമീപനം എന്ന കാര്യം കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതാവ് കൂടിയായ MV ഇവിടെ കോൺഗ്രസ്സുകാർ ഇപ്പോഴും പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഐക്യത്തെ ഏത് രീതിയിലാണ് അവതരിപ്പിക്കുന്നത് കാണുന്നത് എന്ന് പരസ്യമായിട്ട് ജനങ്ങളോട് പറയാനുള്ള ബാധ്യത അവർക്കുണ്ട്. അത് പറയണം. അതേസമയം നിലമ്പൂരിൽ പ്രചാരണം കൊഴുപ്പിക്കാൻ പ്രമുഖ നേതാക്കൾ എത്തുന്നു. നാളെ പ്രിയങ്ക ഗാന്ധിയും മുഖ്യമന്ത്രി പിണറായി വിജയനും നിലമ്പൂരിലെത്തും. നിലമ്പൂരിലെ ഇടത് സ്ഥാനാർത്ഥി M സ്വരാജിനെ സാഹിത്യകാരന്മാരും കലാകാരന്മാരും നെഞ്ചിലേറ്റിയിരിക്കുകയാണെന്നും MV ഗോവിന്ദൻ. നാനാ തുറകളിൽപ്പെട്ട സാഹിത്യകാരന്മാരും എഴുത്തുകാരുമെല്ലാം സ്വരാജിൻ്റെ വിജയത്തിനു വേണ്ടി വളരെ ശക്തിയായിട്ട് ഇടപെട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സച്ചിദാനന്ദനെ പോലെയുള്ള ഏറ്റവും പ്രമുഖരായ എഴുത്തുകാർ എനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ M സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നും അതിനെ തുടർന്ന് നിരവധി സാഹിത്യകാരന്മാർ കലാകാരന്മാർ ആ കാര്യം ആവർത്തിച്ച് പറയുകയും ചെയ്യുകയുണ്ടായി. ഇവിടെ ഇന്നലെ ആ സംഗമത്തിൽ പങ്കെടുത്ത നൂറുകണക്കിന് സാഹിത്യകാരന്മാരും കലാകാരന്മാരും സ്വരാജിനെ നെഞ്ചേറ്റുന്ന നിലയാണ് സ്വീകരിച്ചത്. തന്നെ പിന്തുണയ്ക്കുന്ന സാഹിത്യകാരന്മാരെ കോൺഗ്രസ് അപമാനിക്കുകയാണെന്നും മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അത് അവസാനിപ്പിക്കണമെന്നും M സ്വരാജ് പറഞ്ഞു. സാംസ്കാരിക പ്രവർത്തകരായാൽ എഴുത്തുകാരായാൽ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പാടില്ല എന്നാരാണ് പറഞ്ഞത്? ലോകത്തിലെ എല്ലാ കൃതികളും അതത് കാലഘട്ടത്തോട് സംവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൽ കലാസാഹിത്യ സൃഷ്ടികൾക്കുള്ള പങ്ക് എത്ര വളരെ വലുതാണ്. ഓരോരുത്തർക്കും അവരവരുടെ അവകാശമുണ്ട്. അതിന് നിലമ്പൂർ ഐഷയെ പോലുള്ള ഒരാളെ അധിക്ഷേപിച്ച് തെറി വിളിച്ച് അശ്ലീലം പറഞ്ഞു പറയുന്നത് ഏത് മാനസികാവസ്ഥയിലെത്തി എന്നതിൻ്റെ ഒരു തെളിവാണ്. ഇത്തരം ആളുകളാണ് ജനാധിപത്യത്തെയും തെരഞ്ഞെടുപ്പുകളെയും ഒക്കെ മലീമസമാക്കുന്നത്. LDFന് വോട്ട് ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അധിക്ഷേപിക്കാനും അശ്ലീലം പറയാനുമുള്ള നീക്കം നീചമാണ്, ഹീനമാണ്. കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്വമുള്ള നേതാക്കന്മാർ ഇത് വിലക്കണം. അവർ പറയണം, ഇങ്ങനെ പറഞ്ഞുകൂടാ, അത് തെറ്റാണ് എന്ന് പറയണം.